ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏതൻസ് കിച്ചൺ. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 500 ഗ്രാം ചിക്കനാണ്. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറോ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചിക്കനിൽ തന്നെയുള്ള വെള്ളം മതി നമുക്ക് മസാല മിക്സ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പുറം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഉൾവശം വേകാതിരിക്കുകയും ചെയ്യും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, എല്ലാ സൈഡും ഒരുപോലെ മൂത്ത് വരാനായിട്ട്. ഇപ്പോൾ നല്ലതായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ചപ്പാത്തിക്കും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏതൻസ് കിച്ചൺ. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 500 ഗ്രാം ചിക്കനാണ്. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറോ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചിക്കനിൽ തന്നെയുള്ള വെള്ളം മതി നമുക്ക് മസാല മിക്സ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പുറം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഉൾവശം വേകാതിരിക്കുകയും ചെയ്യും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, എല്ലാ സൈഡും ഒരുപോലെ മൂത്ത് വരാനായിട്ട്. ഇപ്പോൾ നല്ലതായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ചപ്പാത്തിക്കും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.